ഹൃദയപൂർവം ഭാഗം 1. ദാസേട്ടാ, കൃഷ്ണ പോയോ? ഇല്ല മോളെ, പോകാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. ഹാവൂ, രക്ഷപ്പെട്ടു. ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ് അല്ലേ മിത്രമോളെ? ആ ചേച്ചി, മോളിപ്പോൾ 10-ലല്ലേ? അതെ ചേച്ചി. നിങ്ങൾ 3 പേരും ഒരു ക്ലാസ്സിൽ തന്നെയാണോ? അങ്ങനെ ആകാനാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ചെല്ലുമ്പോഴല്ലേ അറിയൂ. എടി, നിന്റെ ചേട്ടൻ ഇന്ന് കൃഷ്ണയിലാണോ അതോ സീതയിലാണോ? സിത്താര ചോദിച്ചു. അതെന്താ അങ്ങനെ? നീ എന്താ എൻ്റെ ഏട്ടനുള്ള വണ്ടിയിൽ മാത്രമേ വരികയുള്ളൂ? അങ്ങനെ പറഞ്ഞില്ല, ഞാനൊന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിന് ഇത്ര ഗമ കാണിക്കുന്നത് എന്തിനാ? സിത്താര പറഞ്ഞു. ഏട്ടൻ ഏത് ബസ്സിലാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ അറിയാം ഏതിലായിരിക്കുമെന്ന്. ഇന്ന് ആ മീനാക്ഷി ടീച്ചർക്ക് പകരം പുതിയ ടീച്ചർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി ടീച്ചർ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി പോയി എന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ പുതിയ ടീച്ചർ എങ്ങനെയാണാവോ? നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കില്ലേ? അതെ. എടാ, ദേ കൃഷ്ണ വരുന്നുണ്ടല്ലോ. ഈശ്വര, അതിൽ മാധവേട്ടൻ ഉണ്ടായാൽ മതി. സിത്താര പറയുന്നത് ദിവ്യ കേട്ടിരുന്നു. നടക്കട്ടെ നടക്കട്ടെ, ഈ മിത്ര കേൾക്കണ്ട, ഇനി ചവിട്ടിക്കൂട്ടി പുറത്തേക്കിടും. അപ്പോഴേക്കും കൃഷ്ണ എന്ന് പറയുന്ന ഒരു ബസ് അവരുടെ മുന്നിൽ വന്ന് നിന്നു. മിത്ര മുന്നിലേക്ക് നോക്കിക്കൊണ്ടാണ് കയറുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ ഏട്ടനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. എന്നാൽ അവളുടെ പുറകെ കയറിയ സിത്താരയുടെ കണ്ണുകൾ പൂത്തിരി കത്തുന്നത് പോലെ കണ്ടതും ദിവ്യ തോളുകൊണ്ട് അവളുടെ തോളിലൊന്ന് തട്ടി. 3 പേരും മുന്നിലേക്ക് കയറി നിന്നു. സീറ്റുകളിലെല്ലാം ആളുകളുണ്ട്. മാധവ് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇന്ന് മനു ഇല്ലേ? മാധവ് ചോദിച്ചു. കുഞ്ഞേട്ടൻ കുറച്ചു മുമ്പ് പോയി, മിത്ര പറഞ്ഞു. ബസ് മുന്നോട്ടെടുക്കുമ്പോഴെല്ലാം സിത്താര അടക്കം ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളെയും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മാധവിലായിരുന്നു കണ്ണ്. ബസ്സിൽ ചെറിയ രീതിയിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ആ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ് മാധവിനെ. KSEBിൽ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാറിൻ്റെയും നൃത്ത അധ്യാപികയായ സീതയുടെയും 3 മക്കളിൽ മൂത്ത ആളാണ് മാധവ് കൃഷ്ണ. പഠിക്കാൻ മിടുക്കനായ മാധവിനെ അമ്മയുടെ വിദേശത്ത് താമസമാക്കിയ സഹോദരൻ ബിസിനസ് ആവശ്യത്തിനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കുറച്ചുനാൾ വിദേശത്തേക്ക് കൊണ്ടുപോയി. നാട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ ഇഷ്ടമല്ലാത്ത മാധവ് അമ്മാവിൻ്റെ നിർബന്ധം കൊണ്ടാണ് പോയത്. അവിടെയും മാധവ് അവൻ്റേതായ കഴിവ് തെളിയിച്ചു. പക്ഷെ എപ്പോഴും അവൻ്റെ മനസ്സിൽ നാടും വീടും ഉത്സവം അങ്ങനെയെല്ലാം മാത്രമായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തിന് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു മാധവ്. അതുകൊണ്ട് തന്നെ മാധവിൻ്റെ ഈ പ്രവാസ ജീവിതം അവൻ്റെ കൂട്ടുകാരുടെ എല്ലാം മനസ്സ് മടുപ്പിക്കുന്നതായിരുന്നു. എങ്ങനെയൊക്കെയോ 5 വർഷം പിടിച്ചു നിന്നു. പിന്നെ തിരിച്ചു വന്നതാണ് നാട്ടിലേക്ക്. വന്നപ്പോൾ 2 ബസ് വാങ്ങി. ഒരു ബസ്സിന് കൃഷ്ണ എന്നും മറ്റൊരു ബസ്സിന് സീത എന്നും പേരിട്ടു. മാധവിന് 2 സഹോദരങ്ങളാണ്. മനു കൃഷ്ണ +2 പഠിക്കുന്നു. മിത്ര കൃഷ്ണ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാമ്പത്തികമായി നല്ല ഉയർച്ചയുള്ള കുടുംബം തന്നെയാണ് മേലെടുത്ത് കുടുംബം. ബസ്സിൽ നിൽക്കുമ്പോഴെല്ലാം സിതാരയുടെ നോട്ടം മുഴുവനും മാധവനിൽ ആയിരുന്നു. അത് കണ്ട് ദിവ്യ, വെറുതെ മാധവേട്ടൻ്റെ കയ്യിൽ നിന്നും തല്ലുകൊള്ളണ്ട. ആളെ അറിയാലോ, കാണാൻ പാവം പോലെ ഇരിക്കുമെങ്കിലും സ്വഭാവം അറിയാലോ. അതുകൊണ്ട് വെറുതെ ആ കയ്യിൽ നിന്നും തല്ലു വാങ്ങിക്കൂട്ടാൻ നിൽക്കണ്ട. ഇനി നീ തല്ലുകൊണ്ട് ഈ അസുഖം മാറ്റൂ എന്നാണെങ്കിൽ നോക്കിക്കോ, ദിവ്യ പറഞ്ഞു. എന്തു അടിയത്? കുറേ നേരമായാലോ തുടങ്ങിയിട്ട് 2 പേരും കൂടി. അതൊന്നുമില്ല, ദിവ്യ പറഞ്ഞതും മിത്ര സിത്താരയെ ഒന്ന് നോക്കി. എടി മോളെ, നിന്റെ സുഖേട് ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതരുത്. സ്കൂളിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരുന്ന നീ 9ാം ക്ലാസ് തുടങ്ങി എന്തിനാണ് ഈ ബസ്സിൽ വന്ന് തുടങ്ങിയതെന്ന് എനിക്കറിയാം. ഇപ്പോഴും നിന്റെ അമ്മയും അച്ഛനും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ ആങ്ങളമാരും കാറെടുത്ത് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം, കൂട്ടുകാരികളുടെ ഒപ്പം പോകാനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം വരുമ്പോൾ തന്നെ അറിയാം നിന്റെ അസുഖം എന്താണെന്ന്. പക്ഷേ ആ അസുഖത്തിൻ്റെ മരുന്ന് എൻ്റെ ഏട്ടൻ്റെ കയ്യിലുണ്ടാകാൻ സാധ്യതയില്ല. എൻ്റെ ഏട്ടനായതുകൊണ്ട് പൊക്കി പറയുകയല്ല കേട്ടോ. പ്രേമം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന അങ്ങേര് ബസ്സിൽ നിന്നും എടുത്ത് പുറത്തേക്കിട്ട് ഈ ബസ് തന്നെ കയറ്റിക്കൊല്ലും. അതുകൊണ്ട് പൊടിക്കടങ്ങുന്നതാണ് മോളെ നല്ലത്. മിത്ര പറഞ്ഞതും സിത്താര അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ചിരിക്കണ്ട പ്ലീസ് മിത്ര, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്റെ ഏട്ടനെ. ആ ബെസ്റ്റ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല? പ്രണയം, പ്രേമം, ലവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങേരുടെ അടുത്തേക്കെങ്ങാനും ചെന്നാൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് നിന്റെ വയസ്സ് 15ഉം എൻ്റെ ഏട്ടൻ്റെ വയസ്സ് എത്രയാണെന്നറിയോ? 24.
വേണ്ട മോളെ, വേണ്ട മോളെ, ഇപ്പോൾ വിചാരിച്ച നിന്റെ ഈ അസുഖം പെട്ടെന്ന് മാറും. ഇനിയും ഇത് നീ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ചങ്ങലക്കിടേണ്ടി വരും. അതുകൊണ്ട് നിർത്തിക്കോ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. എന്നിട്ടും നീ ഇതിൽ തന്നെ മുറുകെ നിൽക്കുകയാണെങ്കിൽ എന്നെ ഒന്നിനും കൂട്ടരുത്. കാരണം ആ വളയം പിടിക്കുന്ന കയ്യിൽ നിന്നും ഒന്ന് കിട്ടാൻ ആവതില്ലാഞ്ഞിട്ടാ. തമാശയ്ക്ക് പോലും എന്നെ തല്ലുമ്പോൾ എൻ്റെ പ്രാണൻ പോകുന്ന വേദനയാണ്. ഇപ്പോഴും മനുവേട്ടന് മാധവേട്ടൻ എന്ന് പറഞ്ഞ പേടിയാ. ഒരിക്കലൊന്ന് കൊടുത്തതിൻ്റെയാ. മിത്ര പതിയെ പറഞ്ഞു. ആഹാ, അപ്പോൾ വീണ്ടും തുടങ്ങിയാണല്ലേ? കുറച്ച് നാൾ മനസ്സമാധാനം ഉണ്ടായിരുന്നു അല്ലേ രവിചേട്ടാ? ബസ്സിലെ കണ്ടക്ടറാണ് രവിചേട്ടൻ. ബസ്സിലെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ബാലു ചോദിച്ചു. രവിചേട്ടാ, ഈ കിളികളെ ഒന്നും പറത്തി വിടാറായില്ലേ? എന്തിനാ ഈ കിളികളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ക്രിമിനൽ കേസാണ്. പിന്നെ ബാലുവിനെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നതും ക്രിമിനൽ കേസ് തന്നെയാണ്. മിത്ര പറയുന്നത് കേട്ട് രവിചേട്ടൻ ചിരിച്ചു. നിങ്ങൾ എന്തിനാ മനുഷ്യ ചിരിക്കുന്നത്? ഞാൻ പ്രായപൂർത്തിയായ ഒരാണാണ്. എനിക്ക് 21 വയസ്സുണ്ടിപ്പോൾ. എങ്ങനെയാ അപ്പോൾ ബാലവേല ആകുന്നത്? ബാലു ദേഷ്യത്തിൽ ചോദിച്ചു. നിനക്ക് എന്നു മുതലാ കോളേജിൽ പോയി തുടങ്ങേണ്ടത്? ബാലുവിനോട് രവിചേട്ടൻ ചോദിച്ചു. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോയി തുടങ്ങണം. പിന്നെ രാവിലെയും വൈകുന്നേരം മാത്രമേ ഞാനുണ്ടാകൂ ഇതിൽ, ബാലു പറഞ്ഞു. അത് മതി, പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. രവിചേട്ടാ, ഇന്ന് ഉച്ചവരെയുള്ള ക്ലാസ്. സീത എപ്പോഴാ? 1 മണിക്കുണ്ടാവില്ലേ സീത? ഉണ്ടാകും മോളെ, അല്ലെങ്കിൽ 1:30 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കൃഷ്ണ 1:30ക്കാണല്ലോ. അയ്യോ, ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല രവിചേട്ടാ. അതുകൊണ്ട് ഞാൻ സീതയിൽ തന്നെ പോയിക്കോളാം. അവൾ ബസ്സിൻ്റെ ടിക്കറ്റിന് കാശ് നീട്ടിയതും രവിചേട്ടൻ അത് വാങ്ങി. എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു. വീട്ടിൽ നിന്നും 7 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക്. സ്കൂളിൻ്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ബസ് നിർത്തിയതും അവൾ ഏട്ടനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങി. അവർ മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് വരെ മാധവ് ബസ് നിർത്തും. അവൻ 2 സൈഡും നോക്കി അവരോട് കടന്നു പോയിക്കൊള്ളാൻ പറഞ്ഞതിന് ശേഷമാണ് മാധവ് പിന്നെ ബസ് എടുക്കുന്നത്. റോഡ് മുറിച്ച് കടന്ന് സ്കൂളിൻ്റെ ഗേറ്റ് കടക്കുമ്പോഴും സിത്താര തിരിഞ്ഞ് മാധവനെ ഒന്ന് നോക്കി. എന്നാൽ അവൻ അങ്ങോട്ട് നോക്കിയതേയില്ല. സ്കൂളിൽ ചെന്നതും ക്ലാസ് കണ്ടുപിടിച്ച് കയറിയിരുന്നു. ഈശ്വര, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ആയാൽ മതിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതൽ ആ പ്രിൻസിപ്പൽ മാഡാണ് നമ്മളെല്ലാവരും പരസ്പരം പിരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ നമ്മുടെ കൂട്ടുകെട്ട് പൊളിക്കുമെന്ന്. ഷാരോൺ എവിടെ? അവൾക്ക് ദേ ഈ സ്കൂളിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നാൽ പോരെ? അവൾ വന്നോളും. അവർ ക്ലാസ്സിലിരുന്നപ്പോഴേക്കും പ്രിൻസിപ്പൽ മാഡം വന്നു. എല്ലാവരും വിഷ് ചെയ്തു. അവർക്ക് പുതിയ ടീച്ചർ വരികയാണെന്നും ഇന്ന് ടീച്ചർ എത്തിയിട്ടില്ല എന്നും നാളെ മുതലാണ് വരുന്നതെന്നും പറഞ്ഞു. ടീച്ചറുടെ പേരും പറഞ്ഞു. അവരെ ക്ലാസ്സിൽ നിന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ അതാത് ക്ലാസ്സിൽ തന്നെ ഇരുത്തി. അവർക്ക് അതിൽ പരം സന്തോഷം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ് വിട്ടതും സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയോട് കൂടി ചേർന്നതാണ് ഷാരോണിൻ്റെ വീട്. അവിടെ ചെന്നതും അവളുടെ അപ്പച്ചനുണ്ടാക്കിയ ഒരു സോഡ സർബത്തും കുടിച്ചുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അപ്പോഴേക്കും സീത എത്തി. സീതയിൽ വിനോദേട്ടനാണ് ഡ്രൈവർ. കണ്ടക്ടറായിട്ട് കിച്ചുവേട്ടനും മൊയ്തീനിക്കയും ആണ് ഉള്ളത്. വന്നല്ലോ വനമാലകൾ. എന്താണ്, ഇന്ന് ഉച്ചവരല്ലേ ഉള്ളൂ? അതെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകിടന്ന സീറ്റുകളിൽ കയറിയിരുന്നു. കിച്ചുവേട്ടാ, ടിക്കറ്റ് എടുക്കണോ? ദിവ്യയാണ് ചോദിച്ചത്. പൊന്നു മോളെ, ഈ ബസ്സിൻ്റെ മുതലാളി ദാ ഇരിക്കുന്ന അവളുടെ ചേട്ടനില്ലേ, മാധവ് കൃഷ്ണ, അവൻ്റെ സ്വന്തം പെങ്ങളായിട്ട് പോലും അവൻ ടിക്കറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണോ എൻ്റെ അനിയത്തി? ടിക്കറ്റ് എടുക്കടേ. രാവിലെ ഞാൻ കാശ് തന്നല്ലേ? കിച്ചു പറഞ്ഞതും ദിവ്യ കാശ് കൊടുത്തു. ആ കാശിന് നൈസായിട്ട് നെല്ലിക്കയോ സിപ്പപ്പോ കാരക്കയോ ഒക്കെ വാങ്ങി കഴിക്കാനല്ലേ? അങ്ങനെ കഴിക്കണ്ട എൻ്റെ കിച്ചുവേട്ടാ. ഇപ്പോൾ ഈ കാശ് ഞങ്ങൾ തന്നാലും തിരിച്ചു നാളെ നിങ്ങൾ ഈ കാശ് ഞങ്ങൾക്ക് തന്നെ തരണ്ടേ? പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? മിത്ര ചോദിച്ചതും ഒരു കാര്യം ചെയ്യും പൊന്നുമോള്, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്റെ ചേട്ടൻ മുതലാളി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ടാവും. ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ ഇതിനുള്ള മറുപടി അവൻ തരും. ഞങ്ങളായിട്ട് വെറുതെ എന്തിനാ അതിൻ്റെ മറുപടി പറയുന്നത്? ഞങ്ങളൊട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, കിച്ചു പറഞ്ഞു. ബസ് സ്റ്റോപ്പ് എത്തി. സിത്താരയും ദിവ്യയും മിത്രയും ഇറങ്ങി. അവരുടെ കൂടെ കിച്ചുവും ഇറങ്ങി. കിച്ചുവും മാധവും എല്ലാവരും അവരവരുടെ വീടുകളിൽ ചെന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അമ്പലപ്പറമ്പിൻ്റെ അടുത്തുള്ള അവിടെ ഉച്ചയാകുമ്പോഴേക്കും 2 ബസ് നിർത്തും. എല്ലാവരും വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് അവിടെ വന്ന് വീണ്ടും ട്രിപ്പ് ആരംഭിക്കും. രാത്രിയും ബസ് അവിടെ തന്നെയാണ് ഇടുന്നത്. മിത്ര വീട്ടിലെത്തിയപ്പോഴേ കണ്ടു
ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്. അമ്മേ, വിശക്കുന്നു, എനിക്കും കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മിത്ര അകത്തേക്ക് കയറി ചെല്ലുന്നത്. അമ്മേ! സീത കറികളുമായി ഡൈനിങ് റൂമിലേക്ക് വരികയായിരുന്നു. അച്ഛനും മനുവേട്ടനും ഇരിക്കുന്നുണ്ട്. വേഗം പോയി കുളിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ പച്ചവെള്ളം അമ്മ തരില്ല കേട്ടോ. അച്ഛൻ പതിയെ പറഞ്ഞതും, വിശക്കുന്ന അച്ഛാ, ഈ വെയിലത്തുനിന്ന് വന്നിട്ട് വേഗം പോയി ഈ കൈയും മുഖവുമെങ്കിലും കഴുകിയിട്ട് വാ. അച്ഛൻ പറഞ്ഞതും, അത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വന്നു. അവൾ എത്തിയില്ലേ? ശബ്ദം കേട്ടല്ലോ? സീത ചോദിച്ചു. കുളിക്കാൻ പോയതാണ്, അച്ഛൻ പറഞ്ഞു. ആര്? നമ്മുടെ മോള്. കുളിക്കാനോ? രാവിലെ തന്നെ കുളിക്കാൻ പറയുന്ന പാട് എനിക്കറിയാം. വൈകുന്നേരം ഒന്ന് ആ ദേഹം ഒന്ന് കഴുകിയിട്ട് കിടക്കുന്ന പറഞ്ഞാൽ പോലും അവള് രാവിലെ കുളിച്ചതാണ്, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉടനെ രാവിലെ തന്നെ കുളിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്ന അവളാണ് കുളിക്കാൻ പോയി എന്ന് പറയുന്നത്. അമ്മ പുച്ഛിച്ച് പറയുന്നത് കേട്ടാണ് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് അമ്മയെ പേടിച്ചിട്ടാ ഞാൻ കുളിക്കാത്തെ, അവൾ പറഞ്ഞതും, ഞാനോ? ഞാനെന്ത് ചെയ്തു? സീത ചോദിച്ചു. കുളി കഴിഞ്ഞിട്ട് അമ്മ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയില്ലേ? കുളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് കയറ്റില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ കുളിക്കാതെ നടക്കുന്നത്, അവൾ പറഞ്ഞു. നിനക്ക് എന്തിനും ഏതിനും കാരണങ്ങളുണ്ട്. സീത പറഞ്ഞപ്പോഴേക്കും അവൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. കൃഷ്ണകുമാരേ എന്നുള്ള വിളി കേട്ട് എല്ലാവരും വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. ഒന്ന് പോയി നോക്കിയേ, മാഷാണെന്ന് തോന്നുന്നു, സീത മിത്രയോട് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. കേറി വാ മാഷച്ച, ടീച്ചറമ്മയും ഉണ്ടല്ലോ. എന്താണ് രണ്ടുപേരും കൂടി പതിവില്ലാതെ ഈ നേരത്ത്? അകത്തേക്ക് കയറി വന്നതും കൃഷ്ണകുമാർ ചോദിച്ചു. ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതെല്ലാം കഴിച്ചടോ, ഞങ്ങൾക്ക് സമയം കറക്റ്റാണേ. റിട്ടയർഡായ പിന്നെ ഞങ്ങൾ എല്ലാം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും, തനിക്കറിയാലോ. ഓ, ഞാനത് മറന്നു. എന്നാ നിങ്ങൾ ഇരിക്കെ, ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാം. വേണ്ടടോ, ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. ഞാൻ ദേ മാധവിനെ കാണാൻ വന്നതാ. എന്താ മാഷേ? അവൻ ചോദിച്ചു. ഇന്ന് ബസ്സിലെ ലാസ്റ്റ് ട്രിപ്പ് എത്ര മണിക്കാണ്? മാഷ് ചോദിച്ചു. അത് കൃഷ്ണ 7:15 സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. ഒരു 8 മണി ആവുമ്പോഴേക്കും ഇവിടെ എത്തും. പിന്നെ സീത 7:30 എടുക്കും. 8:45 നമ്മുടെ അമ്പലത്തിൻ്റെ പറമ്പിലെത്തും. എന്താ മാഷേ? മാധവ് ചോദിച്ചു. അത് ഞാൻ പണ്ട് വടക്കാഞ്ചേരിയിലായിരുന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ഒരു ജാനകി ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ മകൾക്ക് നമ്മുടെ മിത്രമോള് പഠിക്കുന്ന സ്കൂളിലേക്ക് ടീച്ചറായിട്ട് നിയമനം കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഇവിടെ സ്റ്റാൻഡിലെത്തുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കൊണ്ടുവരണം. ആര് പോകാനാ? ഉദയ് ബാങ്കിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ കൃഷ്ണയോ സീതയോ അവിടെ നിന്ന് തിരിക്കുകയാണെങ്കിലേ അതിൽ കയറി അമ്പലപ്പറമ്പിൽ വരാലോ. ഞാനോ ടീച്ചറോ അവിടെ നിന്നാൽ മതിയല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. ആ കുട്ടി എത്ര മണിക്ക് വരുമോ എന്നാ പറഞ്ഞത്? മാധവ് ചോദിച്ചു. 6:30 ആകുമ്പോഴേക്കും സ്റ്റാൻഡിലെത്തുമെന്ന് പറഞ്ഞത്. ആണോ? എന്നാൽ ആ കുട്ടിയോട് 7:15 വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴേക്കും കൃഷ്ണ അവിടെ ഉണ്ടാകും. അതുവരെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് മാഷ് വേണമെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തേക്ക്, എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ റോട്ട് പോകുന്ന കൃഷ്ണ ബസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. എന്തായാലും 7:15 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ കൃഷ്ണ സ്റ്റാൻഡിലുണ്ടാകും. ഇനി കൃഷ്ണ കിട്ടിയില്ലെങ്കിൽ 7:30 സീതയുണ്ടാകും. ഏതിൽ കയറിയിരുന്നാലും സേഫായിട്ട് ഇവിടെ എത്തിച്ചോളാം, പോരെ? മാഷ് വിളിച്ച് പറഞ്ഞോളൂ, മാധവ് പറഞ്ഞു. ആ കുട്ടി ആദ്യമായിട്ടാണേ. ഉദയനോട് പറഞ്ഞപ്പോൾ ഉദയൻ ബാങ്കിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. പിന്നെ സാന്ദ്രമോളും എന്നോട് പറഞ്ഞു പോയി കൊണ്ടുവരാമെന്ന്. പക്ഷേ ആ നേരത്ത് മോളെ വിടാൻ തോന്നിയില്ല. ഞാൻ പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്സിലേക്ക് യാത്ര ചെയ്തിട്ടേ ഒത്തിരി നാളായി. കാറാണെങ്കിൽ ഉദയം കൊണ്ടുപോയില്ലേ. അപ്പോൾ കാറ് കിട്ടിയ മാഷച്ചൻ പോകുമെങ്കിൽ നമ്മുടെ കാറെടുത്ത് പോയിക്കോ. മിത്ര പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. പിന്നെ ഈ കാറ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ അതിന് ഓടിക്കാൻ കൂടി അറിയണം, അല്ലാതെ തലയിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവൾ പറഞ്ഞതും അവിടെ ഒരു ചിരിയായിരുന്നു. നീ കളിയേക്കണ്ട, ഈ കാലം വരെ കാർ ഓടിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ അതൊന്നും വലിയ സംഭവമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ആലോചിക്കും, പഠിക്കായിരുന്നു. ഇനിയിപ്പോൾ ഈ കണ്ണൊന്നും കാണാത്ത ഈ സമയത്ത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോഴും അറിയില്ല എന്ന് സമ്മതിക്കാൻ എന്ത് മടിയാ? മിത്ര പറഞ്ഞതും മോൾക്കറിയില്ലേ മാഷിനെ ഒന്നും ഇല്ല എന്ന് സമ്മതിക്കില്ല.
എല്ലാം അറിയാം എന്നുള്ള ഭാവമാണ്. ടീച്ചറമ്മ പറഞ്ഞതും അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്ന് തന്നെ പറയും. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. അന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് എന്താ കാര്യം? സ്വന്തമായിട്ടൊരു കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എനിക്കും ഇയാൾക്കും പോകാൻ ഞങ്ങളുടെ ആ സ്കൂട്ടർ തന്നെ മതി. അത് തന്നെ വലിയ കാര്യമായിരുന്നു, മാഷ് പറഞ്ഞു. സാന്ദ്രമോള് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു, മാധവിൻ്റെ അമ്മ ചോദിച്ചു. ഇല്ല, മോള് വീട്ടിൽ പോയിട്ട് എത്തിയിട്ടില്ല. ഉദയൻ അവിടെ ചെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ മോള് ചോദിച്ചത്, മോള് വരുന്ന വഴിക്ക് കൊണ്ടുവന്നാൽ മതിയോന്ന്. പക്ഷേ അത്രയും ലേറ്റ് ആകില്ലേ? അതാ പിന്നെ ഞാൻ മാധവിനെ ഏൽപ്പിക്കാം എന്ന് കരുതിയത്. ഇവൻ്റെ കയ്യിൽ ആ കുട്ടി സുരക്ഷിതമായിട്ടിരിക്കും. മനസ്സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എത്തുന്നത് വരെ ടെൻഷനായിരിക്കും, മാഷ് പറഞ്ഞു. മാഷച്ചാ, ആ ടീച്ചറുടെ പേരെന്താ? ലക്ഷ്മി. ഞാൻ ചെറുതിലേ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കാണാൻ പോവുകയാണ്, മാഷ് പറഞ്ഞു. ലക്ഷ്മി ടീച്ചറോ? എൻ്റെ ക്ലാസ് ടീച്ചറാണെന്ന് ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത് ഈ ടീച്ചറിൻ്റെ പേരായിരുന്നോ? അതെ, ലക്ഷ്മി മോളുടെ സ്കൂളിലേക്ക് വരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് വരുന്നത്. അതെയോ? നന്നായി. ഇവളെ ഒന്ന് വറുത്തെടുക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ കരുതിയതാണ്, മിത്രയുടെ അമ്മ പറഞ്ഞതും മിത്ര എല്ലാവരെയും നോക്കി ചിരിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ പുതിയ സ്റ്റോറിയാണ് ഹൃദയപൂർവ്വം. ഫസ്റ്റത്തെ ഭാഗം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.